പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ്. കൽപ്പാത്തിയിൽ പോയിട്ടുണ്ടോ നിങ്ങൾ? കൽപ്പാത്തി പോകണം, ആ തേര് കാറ്റൊന്ന് കൊള്ളണം. തേര് രഥോത്സവ സംഗമ സമയത്ത് കൽപ്പാത്തിയിൽ പോയാലൊരു പ്രത്യേക വൈബ. നല്ല തിരക്കുണ്ടാവും. കാശിയിൽ പോകാത്ത മനുഷ്യർക്ക് കൽപ്പാത്തി പോയാലും പുണ്യം കിട്ടുമെന്നാണ് വിശ്വാസം. കൽപ്പാത്തിയിൽ വിശ്വപ്രസിദ്ധമായ തേരുത്സവത്തിന് തുടക്കമാവുന്നു. പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥവും ഇന്ന് പ്രയാണത്തിനിറങ്ങും. നാളെയാണ് ചരിത്രപ്രസിദ്ധമായ ദേവരഥ സംഗമം. ഇക്ബാൽ അറക്കൽ കൽപ്പാത്തിയിൽ നിന്നും തത്സമയം ചേരുന്നത്. ഇക്ബാൽ, തേര് വലിച്ചു തുടങ്ങിയിരിക്കുന്നു പലയിടങ്ങളിലും. ഇനി ഗ്രാമങ്ങളിലൂടെ, അഗ്രഹാര തെരുവുകളിലൂടെ തേരിങ്ങനെ ഉരുളും എന്നുള്ളതാണ്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ സമീപത്ത്, കുണ്ടമ്പലത്തിന് സമീപത്ത് നാളെ തേരുകൾ സംഗമിക്കുമ്പോൾ ഒരു വല്ലാത്ത കാഴ്ചയാണ്. നല്ല തിരക്കുണ്ടല്ലേ? കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ, അതോ കഴിഞ്ഞ വർഷത്തേക്കാൾ തിരക്ക് കൂടുതലാണോ ഇക്ബാൽ ഇക്കുറി? ഇക്ബാലേ. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ തേര് കാണാൻ, തേര് കാറ്റ് ആസ്വദിക്കാൻ ഞാൻ അരുൺകുമാർ ഉൾപ്പെടെയുള്ള നമ്മുടെ കുടുംബത്തെ ഏതായാലും ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഈ പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിന് സമീപത്താണ്. ഇന്ന് രാവിലെ ഇവിടെയുള്ള ഈ രഥം പ്രയാണം ആരംഭിക്കും. ഇന്നലെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ രഥങ്ങളാണ് പ്രയാണം നടത്തിയിരുന്നത്. ഏതായാലും ഇന്ന് മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ഈ തേര് കൂടി പ്രയാണത്തിന് ഇറങ്ങും. ഏതായാലും ഈ കൽപ്പാത്തിയിലെ ഈ രഥോത്സവം പാലക്കാടിൻ്റെ തന്നെ ഉത്സവമാണ്. ആ ഉത്സവം കാണാൻ ഇതിനോടകം തന്നെ 10,000-കണക്കിന് ആളുകളാണ് ഏതായാലും കൽപ്പാത്തിയിലേക്ക് എത്തുന്നത്. നിങ്ങളൊക്കെ ഇവിടെയുള്ളവർ തന്നെയാണോ? ഇല്ല, ഞാൻ തിരുനെൽവേലി. അപ്പോൾ ആദ്യമായിട്ട് പാറണത്ത് വരുന്നുണ്ട് ഇവിടെ. ആദ്യമായിട്ടാണ് കൽപ്പാത്തി ഉത്സവം കാണാൻ? ആ, അതെ. തന്ത്രിമാർ ഇവരാണ് വരുന്നത്. തന്ത്രിമാർ ഇപ്പോൾ ജനറേഷൻ മാറി. നേരത്തെ വയസ്സായ ആൾക്കാരായിരുന്നു, ഇപ്പോൾ എല്ലാ ചെറുപ്പക്കാരാണ് എല്ലാവരും. അതാണ് ഇത്തവണ ഈ വേദപാരായണത്തിന് ഉൾപ്പെടെ ഒരു ന്യൂജൻ ടച്ച് ഉണ്ട്. പുതിയ ചെറുപ്പക്കാരാണ് ഇത്തവണ വേദപാരായണത്തിനായി എത്തിയിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ഈ ഗണപതി ഏതായാലും ശിവപാർവതിമാരുടെ അനുമതം വാങ്ങാൻ വേണ്ടി കുണ്ടമ്പലം എന്ന് പറയുന്ന നമ്മുടെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് പോകും. അതിനുശേഷമാണ് ഇവിടെ 10:45-നും 11:15-നും ഇടയിൽ രഥാരോഹണം നടക്കുക. അതിനുശേഷമാണ് പിന്നീട് മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ഈ രഥപ്രയാണം ആരംഭിക്കുകയും ചെയ്യുക. ഏതായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ചപ്രമെല്ലാം കെട്ടി എല്ലാ ഒരുക്കങ്ങളും എല്ലാം നടത്തിക്കൊണ്ട് മന്ദക്കര മഹാഗണപതിയുടെ തേര് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ രഥാരോഹണവും ചടങ്ങുകളും എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഈ കാണുന്ന തേര് കൽപ്പാത്തിയുടെ അഗ്രഹാര വീതികളിലൂടെ പ്രയാണം നടത്താൻ വേണ്ടി ഉള്ള ചടങ്ങുകളെല്ലാം ആരംഭിക്കും. ഏതായാലും ഇവിടെ നമുക്കൊപ്പം വിശ്വനാഥേട്ടൻ ചേരുന്നുണ്ട്. വിശ്വനാഥേട്ട, എന്തൊക്കെയാണ് ഇനി അടുത്ത ചടങ്ങുകൾ? ഇനിയിപ്പോൾ ഉള്ളിലുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി മഹാഗണപതി അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്ന് നടന്ന് ഉപചാരം സമർപ്പിച്ച് അനുവാദം വാങ്ങി വരും. അതാണ് ഇനിയിപ്പോൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 10:45-11:30 മണിയുടെ ഇടയിലാണ് രഥാരോഹണം. അത് രഥാരോഹണത്തിന് ശേഷം ഏകദേശം ഒരു 30 മീറ്റർ പടിഞ്ഞാറോട്ട് രഥം വലിച്ചു നിർത്തും. വൈകുന്നേരം 4 മണിയോടുകൂടി ഇവിടെ നിന്നും കുണ്ടമ്പലം ഭാഗത്തേക്ക് വന്നു നിൽക്കും. ഈ രഥത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകത, ഈ അമ്പലത്തിൻ്റെ രഥം മാത്രം ഈ ഒരു റോഡിലൂടെ വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നിൽക്കുമെന്നുള്ളതല്ലാതെ മറ്റുള്ള രഥവീതികളിലേക്ക് പോകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിത് വൈകുന്നേരം ആ അറ്റത്ത് പോയി നിന്നാൽ നാളെ വൈകുന്നേരത്തോടു കൂടി തിരിച്ച് ഈ ഭാഗത്തേക്ക് വരും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നാളെ വൈകുന്നേരം പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ഗണപതിയുടെ അമ്മാവനായിട്ടാണ് അറിയപ്പെടുന്നത്. അത് ഈ ഏകദേശം ഈ അഗ്രഹാര വീതിയുടെ മധ്യഭാഗത്ത് രണ്ടുപേരും കൂടി ചേരുന്ന, നമ്മളെല്ലാവരും രഥസംഗമം എല്ലാം കാണുന്നത് പോലെ ഈ ഒരു സംഗമത്തിന് കൂടി പ്രത്യേകതയുണ്ട്. അതാണ് ഈ കൽപ്പാത്തി രഥോത്സവം. കൽപ്പാത്തിയുടെ പ്രത്യേകതയായിട്ടുള്ള പൈതൃകം മുഴുവൻ നിറഞ്ഞു കാണാൻ പറ്റുന്ന സമയമാണ് ഈ കൽപ്പാത്തി രഥോത്സവ ദിവസം. ശരി, താങ്ക് യു ഇക്ബാൽ. കൽപ്പാത്തി രഥോത്സവം അതിൻ്റെ എല്ലാവിധ വർണ്ണചാരുതകളോടെയും പ്രേക്ഷകരിലേക്ക് നമ്മൾ നാളെ എത്തിക്കും. അപ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കുക ദേവരഥ സംഗമത്തിന്.